ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തമനസ്സുകളിൽ ആനന്ദത്തിൻ്റെ അമൃതമഴ പെയ്യ്ക്കുന്ന ഗുരുവായൂർ ശ്രീലകത്ത് ഇന്ന് അത്യപൂർവവും സൗന്ദര്യപൂർണവുമായ ഉച്ചപൂജ കളഭാലങ്കാരാണ് ഉണ്ടായിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപം കൺകുളിർക്കെ കണ്ടു വണങ്ങാൻ ഭക്ത സഹസ്രങ്ങളാണ് അമ്പലനടയിൽ കാത്തുനിന്നിരുന്നത്. ഭഗവാന്റെ തിരുമേനിയിൽ ചാർത്തിയിട്ടുള്ള ആ മനോഹരമായ കളഭക്കൂട്ടും സുഗന്ധപൂരിതമായിട്ടുള്ള തിരുമുടിമാലകളും എല്ലാം കൂടി അവിടെ ഇങ്ങനെ ഭക്തിരസം തുളുമ്പി നിൽക്കുകയാണ്. ഇന്ന് ഭഗവാൻ ശ്രീലകത്ത് എഴുന്നള്ളിയിരിക്കുന്നത് ഗോപി വസ്ത്രാപഹാര സങ്കല്പത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ ഒരു മരക്കൊമ്പിൽ ഇരുന്ന് വേണു ഊതിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഗോപി വസ്ത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഭഗവാന്റെ അലങ്കാരം. ഇന്ന് പരിശുദ്ധമായ കളഭത്താൽ നിർമ്മിച്ച മനോഹരമായിട്ടൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഓരോ ശാഖകളും കളഭത്താൽ അതിമനോഹരമായിട്ട് ചമച്ചുണ്ട്. മരത്തിൻ്റെ ഓരോ പ്രധാന കൊമ്പിന്മേലെ കുസൃതിയും സുന്ദരനുമായുള്ള നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അമർന്നിരിക്കുകയാണ്. മറ്റു കൊമ്പുകളിൽ കാളന്തി നീരത്ത് നീരാടാൻ ഇറങ്ങിയിട്ടുള്ള ഗോപസ്ത്രീകളുടെ നാനാതര വസ്ത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. മരക്കൊമ്പിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ 2 തൃപ്പാദങ്ങളും താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ്. ആ പാദങ്ങളിൽ പൊന്തളകൾ ശോഭിക്കുന്നുണ്ട്. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് അരയിൽ കിലുങ്ങുന്ന കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് പൊന്നുണ്ണിക്ക്. കണ്ണൻ്റെ 2 തൃക്കൈകളിലും പൊന്നോടക്കുഴൽ പിടിച്ച് ചുണ്ടോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ജീവകോടികളെ മുഴുവൻ വശീകരിക്കുന്ന ആ ദിവ്യ വേണുഗാനം ചുണ്ടുകളിൽ നിന്ന് പൊഴിയുന്നത് പോലെ തോന്നും നമുക്ക്. ഭഗവാന്റെ തോളുകളിലും കൈകളിലുമൊക്കെ വർണ്ണാഭമായിട്ടുള്ള തോൾവളകളും കൈവളകളും ശോഭിക്കുന്നുണ്ട്. നെറ്റിയിൽ വിശുദ്ധമായ സ്വർണ്ണഗോപി ചാർത്തിയിട്ടുണ്ട്. ചെവികളിൽ ചെവിപ്പൂക്കളുണ്ട്. വസ്ത്രാപഹരണം ചെയ്തിട്ട് ഭക്തരെ പരീക്ഷിക്കുന്ന സൂത്രക്കാരനായ കണ്ണൻ്റെ തിരുമുഖത്ത് മന്ദഹാസം തുളുമ്പി നിൽക്കുന്നുണ്ട്. കുസൃതിയും കരുണയും നിറഞ്ഞ ദിവ്യമുഖം കാണുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അലിഞ്ഞില്ലാണ്ടാവും. ഭഗവാന്റെ തിരുമുടിയിൽ പരിശുദ്ധമായ സ്വർണ്ണകിരീടം ചാർത്തിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ 2 തിരുമുടി മാലകളാണ് ശോഭിക്കുന്നത്. ഒന്ന് തെച്ചിയും തുളസിയും ചേർന്നൊരുക്കിയ മാലയാണ്. ഒന്ന് തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ എന്നിവ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള തിരുമുടിമാലയാണ്. വിധാനായിട്ട് താമരപ്പൂക്കളും തുളസിയും ചേർന്ന മാലകളുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും കൂടി ചേർത്ത് കെട്ടിയുണ്ടാക്കിയ മാലകളുണ്ട്. പിന്നെ തുളസി മാത്രമായിട്ട് കോർത്തുണ്ടാക്കിയ മാലകളും ഉണ്ട്. ഈ മാലകൾക്കൊക്കെ നടുവിൽ മരക്കൊമ്പിലിരുന്ന് പൊന്നോടക്കുഴൽ ഊതുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ദിവ്യരൂപമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറഞ്ഞുവല്ലോ. ഈ ഒരു അലങ്കാരം എന്ന് പറയുന്നത് ഒരു കാഴ്ച മാത്രമല്ല, കാഴ്ചയോ ഒരു സങ്കല്പമോ മാത്രമൊന്നുമല്ല. അത് പരമമായ ആത്മീയ തത്വത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചു എന്ന കഥ അത് പറയണത് എന്താണ്? ബാഹ്യമായ അഹങ്കാരം, കാമം, ദേഹാഭിമാനം, മായ എന്നീ മറകളെ ഭഗവാൻ നീക്കം ചെയ്യണോ എന്നുള്ളതിൻ്റെ ഒരു തത്വമാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വര സന്നിധിയിലെത്തുമ്പോൾ ജീവാത്മാവിന് യാതൊരു തരത്തിലുള്ള വ്യാജായ ആവരണങ്ങളോ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. സകലതും ഈശ്വരന് മുന്നിൽ സമർപ്പിച്ച് നിഷ്കളങ്കമായി നിൽക്കുക എന്നുള്ളതാണ്. മരക്കൊമ്പിലിരിക്കുന്ന ഭഗവാന്റെ വേണുഗാനം പ്രണവനാഥാണ്, ഓംകാരമാണ്. മായാപ്രപഞ്ചത്തിൻ്റെ വൃക്ഷത്തിലിരുന്ന് പരമാത്മാവ് ആത്മാക്കളെ തന്നിലേക്ക് ആകർഷിക്കാൻ വിളിക്കുന്ന ദിവ്യശബ്ദം. ഉണ്ണിക്കണ്ണൻ്റെ താങ്ങായി നിൽക്കുന്ന ആ കളഭമരം ഉണ്ടല്ലോ, അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ വിരാജിക്കുന്ന ഭഗവാന്റെ 2 തൃപ്പാദങ്ങൾ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ശരണാഗതി പ്രാപിക്കുന്ന ഭക്തന്മാർക്ക് ആശ്രയം നൽകാനാണ് അങ്ങനെ ഇരിക്കുന്നത്. ആ തിരുമുഖത്തേക്ക് നോക്കി നോക്കൂ. മനോഹരായ മന്ദഹാസം നമ്മുടെ സകല പ്രയാസങ്ങളെയും അകറ്റുന്നതാണ്. ആ തൃപ്പാദങ്ങളിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. അവിടുത്തെ ദിവ്യനാമം ഉറക്കെ ജപിക്കാം.
നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.